ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഇന്ന് പകൽക്കാലം വ്യത്യസ്തമായ ഒരു ചെറിയ ചിന്ത നിങ്ങളോട് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. 12-ാം അധ്യായം 1-ാമത്തെ വാക്യം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് കോളിംഗ്, ഒരു മഹത്തായ വിളിയാണ്. ആമേ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അബ്രഹാമിൻ്റെ വിളി ലോക ചരിത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഇന്ന് പകൽക്കാലം ലോക ഘടികാരത്തെ നിയന്ത്രിക്കാൻ ശേഷിയുള്ള ആഴമേറിയ ഒരു വിളിയായിരുന്നു അബ്രഹാമിൻ്റെ വിളി. അബ്രഹാമിനോട് പറയുകയാണ്, നീ ചിലതിനെയൊക്കെ വിട്ടിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ചിലവിലേക്ക് നീ യാത്ര തിരിക്കണം. ആമേ ഇന്ന് പകൽക്കാലം സ്നേഹത്തോടെ ഞാൻ പറയും, 2025 ഫെബ്രുവരി മാസത്തിലെ അവസാനത്തെ ഞായറിൽ എല്ലാവരും കരുതുന്നുണ്ട്, ചില വ്യക്തികളുടെ ഹൃദയത്തിനെങ്കിലും കാണും, ഞാൻ ജനിച്ചത് ഇങ്ങനെയൊക്കെ ജീവിച്ച് ഇങ്ങനെയൊക്കെ അങ്ങ് മരിക്കാനാണ്. പക്ഷേ ഞാൻ സ്നേഹത്തോടെ ഞാൻ പറയാം, നാം ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ, നാം ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, നാം പോലും അറിയാത്ത ദൈവം നമ്മെ വിളിച്ചൊരു വിളിയുണ്ട്. ഹല്ലേലൂയ. നമ്മെ ദൈവം വിളിച്ചൊരു വിളിയുണ്ട്. ആ വിളി ദൈവിക നിയോഗത്തിലേക്കുള്ള വിളിയാണ്. സ്നേഹിത, ഇന്ന് പകൽക്കാലം എന്തെല്ലാം നീ മറന്നുപോയാലും, എന്തെല്ലാം നീ തിരിച്ചറിയാതെ പോയാലും, ഈ കാലഘട്ടത്തിനകത്ത് ദൈവം നിന്നെ വിളിച്ച വിളി നീ തിരിച്ചറിയാതെ പോകരുത്. ആ വിളി തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ടാണ് പലരും ആഴക്കടലിൽ അകപ്പെട്ടു പോകുന്ന വള്ളത്തെ പോലെ, കപ്പലിനെ പോലെ ഒരു മറുകര കാണാൻ കഴിയാതെ ആടി ഉലയുന്നത്, ഒരു നല്ല ഭാവി കാണാൻ കഴിയാതെ, നല്ല വിദ്യാഭ്യാസം പ്രാപിച്ചെടുക്കാൻ കഴിയാതെ, ജീവിതത്തിനകത്ത് എത്ര ഉയരണമെന്ന് കരുതിയിട്ടും ഉയരാൻ കഴിയാതെ എവിടെയൊക്കെ തകർന്നു പോകുന്നതിന് കാരണം എന്തെന്നറിയാമോ? ദൈവം വിളിച്ച വിളി തിരിച്ചറിയാതെ പോകുന്നതാണ്. ഞാൻ ഇന്ന് പകൽക്കാലം സ്നേഹത്തോടെ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ഹൃദയത്തെ തുറന്ന് ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ്. കേവലം സാധാരണക്കാരായി ജീവിച്ചു മരിക്കാനല്ല ദൈവം നമ്മെ വിളിച്ചത്. നമ്മെ വിളിച്ച ദൈവം അവന് ഒരു ദൈവത്തിന്റെ പ്രത്യാശയിലുള്ള ഒരു വിളിയുടെ ആകത്തുകയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കുറിച്ച് ദൈവം കണ്ടത് വ്യത്യസ്തമാണ്, നിങ്ങളെ ഓരോരുത്തരെയും കുറിച്ച് ദൈവം കണ്ടത് വ്യത്യസ്തരാണ്. പക്ഷെ ഇന്ന് പകൽക്കാലം നമ്മെ കുറിച്ച് ദൈവം കണ്ട ദൈവിക പദ്ധതിയിലേക്ക് നാം എടുത്തു കാല് വയ്ക്കുമ്പോൾ നാം മാത്രമല്ല, നമ്മുടെ തലമുറകളും ദൈവിക നിയോഗത്തിന്റെ ചരിത്രങ്ങളായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം വച്ചിരിക്കുന്ന ഓരോ ടേണിംഗ് പോയിന്റുകളുണ്ട്, വഴിത്തിരിവുകളുടെ ഓരോരോ ഒരു കോണുകളുണ്ട്. അവിടെ വച്ച് നാം വഴിതിരിഞ്ഞു പോയില്ലെങ്കിൽ, നമ്മൾ ദൈവം വച്ചിരിക്കുന്ന ട്രാക്കിലേക്ക് പോയില്ലെങ്കിൽ, ദൈവം വച്ചിരിക്കുന്ന ദൈവികമായ പദ്ധതിയിലേക്ക് നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. സ്നേഹത്തോടെ ഞാൻ പറയാം, നാം ജനിക്കുന്നതിന് മുമ്പ് ദൈവം ചിലത് ഒരുക്കി വച്ചിട്ടാണ് ദൈവം നമ്മെ വിളിച്ചത്. ഒരു മനുഷ്യന്റെ കണ്ണ് കണ്ടിട്ടില്ലാത്തത്, ഒരു മനുഷ്യന്റെ ചെവി കേട്ടിട്ടില്ലാത്തത്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തത് നിനക്ക് വേണ്ടി ഒരുക്കാമെന്ന് പറഞ്ഞല്ല ദൈവം നമ്മെ വിളിച്ചത്, ഒരുക്കിയിട്ടാണ് ദൈവം നമ്മെ വിളിച്ചത്. കണ്ടോ, അബ്രഹാമിനോട് പറഞ്ഞത്, അബ്രഹാമേ, ഞാൻ നിന്നെ കാണിപ്പാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദേശത്തേക്ക് നല്ല, കാണിപ്പാൻ പോകുന്ന ദേശത്തേക്ക് നല്ല, ഞാൻ നിന്നെ കാണിപ്പാൻ നിനക്ക് വേണ്ടി തിരഞ്ഞെടുത്തൊരു ദേശമുണ്ട്. അതാണ് യഥാർത്ഥ ട്രാൻസ്ലേഷനിൽ പറയുക, ഞാൻ നീ ജനിക്കുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്ത് സൃഷ്ടിച്ച് ആക്കിയൊരു ദേശമുണ്ട്. ആ ദേശത്തിലേക്ക് നീ പുറപ്പെട്ടു പോകണം. ഈ പകൽ ആത്മമറവിൽ ഒരു ദൂത് കൈമാറാ. നീ ആഗ്രഹിക്കുന്ന നിന്റെ ജീവിതത്തിന് വേണ്ടി നീ ദൈവം നിനക്ക് വേണ്ടി ഇമ്മലകളിൽ ഒരുക്കി വച്ചൊരിടമുണ്ട്. ഇന്ന് പകൽ ഒരുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട. ഒരുക്കി കഴിഞ്ഞു, ഒരുക്കേണ്ടത് ഒരുക്കി കഴിഞ്ഞു. ഒരുക്കി കഴിഞ്ഞിട്ട് ഈ 2025 നിന്നെ ഇതിനകത്ത് കൊണ്ടിരുത്തിയിരിക്കുന്നവ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടിയുള്ളവല്ല, ജനിച്ച കാലം മുതൽ മരിക്കുന്നത് വരെ ദൈവം നിനക്ക് വേണ്ടിയുള്ള സകലത് ഒരുക്കി കഴിഞ്ഞിട്ടാ ഈ ഭൂമിയിലേക്ക് നിന്നെ കൊണ്ടുപോകുമെങ്കിൽ ഈ പകൽ അറിയാതെ പോകരുത്. ദൈവം വിളിച്ചൊരു വിളിയുണ്ട്. ദൈവം കാണിക്കാൻ ഒരുക്കിയിരിക്കുന്ന ചില വാഗ്ദത്ത നിവർത്തികളുണ്ട്. അതൊന്നും തടയപ്പെട്ടു പോകരുത്.
പ്രിയരവ് ഈ പകൽ ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കാമെങ്കിൽ സ്തുതിച്ച് ആ ദൂതിനെ ഒന്ന് സ്വീകരിക്കണം. ഏതെല്ലാം പ്രതിസന്ധികൾ വന്നാൽ, ഏതെല്ലാം പ്രതികൂലങ്ങൾ വന്നാൽ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നവ ഞാൻ തന്നെ പ്രാപിക്കും. എൻ്റെ തലമുറ അനുഭവിക്കും. ദൈവമാക്കുന്ന ദേശത്ത്, ദൈവമാക്കുന്ന പട്ടണത്തിൽ, ദൈവമാക്കുന്ന രീതിയിൽ എൻ്റെ ദൈവം എന്നെ മാനിക്ക തന്നെ ചെയ്യും എന്ന് വിശ്വാസമുള്ളവർ കരമടിച്ചു വായ്കളെ തുറമ എൻ്റെ ദൈവത്തിന് ആരാധന കൊടുക്കട്ടെ. ഓ റീമാനാമാന തുരവൈഡബരഗബേരിബല അർത്ഥമാന തുരാധാരാധാര ധമാന തുരവന തുരവൈഡബ. ആമേൻ. പ്രിയരേ, ദൈവം നമുക്ക് വേണ്ടി ഓരോ ഇടങ്ങളെ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ എത്ര പേരുണ്ട്? ദൈവം നമുക്ക് വേണ്ടി ഓരോ ഇടങ്ങളെ ഒരുക്കിയിട്ടുണ്ട്. ഓരോ സ്ഥലങ്ങളെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ആ സ്ഥലത്ത് നാം എത്തിച്ചേർന്നില്ല എങ്കിൽ, ആ എത്തേണ്ട ഇടത്ത് നാം എത്തിച്ചേർന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം വട്ടപൂജ്യമായി പോകും. എത്രയോ പേരെ കണ്ടിട്ടുണ്ട് അനുഗ്രഹത്തിൽ ജീവിച്ചവർ, സമൃദ്ധിയിൽ ജീവിച്ചവർ, ദൈവത്തെ പാടി സ്തുതിച്ചവർ, എത്ര സന്തോഷത്തോടെ ആ തലമുറകളുമായി ആലയത്തിൽ വന്ന് ദൈവത്തെ സ്തുതിച്ചത്. ഇന്നു പകൽ പലരും പരാജയപ്പെട്ടു പോകുമ്പോൾ, പലരും പാതി വഴി വിട്ടുപോകുമ്പോൾ, പലരും ആമേ ലോത്തിൻ്റെ ഭാര്യയെപ്പോലെ ഉപ്പുതൂണായി പലരുടെ മുൻപിൽ പരിഹാസപാത്രമാകുമ്പോൾ, സ്നേഹത്തോടെ ഇതൊക്കെ നമ്മുടെ മുൻപിൽ ഒരു മൈൽ സ്റ്റോൺ പോലെ നമ്മുടെ മുൻപിൽ നിർത്തിയിട്ട് ദൈവം പറയുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള, നിന്നെ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ദേശമുണ്ട്. ആ ദേശത്തേക്ക് നീ യാത്ര തിരിക്ക്. തകർന്നു പോകരുത്, വീണു പോകരുത്, ഇല്ലായ്മപ്പെട്ടു പോകരുത്. നിന്റെ ബുദ്ധി കൊണ്ട് ഈ ജീവിതത്തിനകത്ത് എവിടെയെങ്കിലും ഒതുങ്ങാൻ ശ്രമിക്കരുത്. ദൈവം വച്ചിരിക്കുന്ന പദ്ധതിയിലേക്ക് ഈ പകലോടി കയറും. അബ്രഹാമിനെ പോലെ ചിലവ് ഈ പകൽ എഴുന്നേറ്റു വരട്ടെ, ഈ പകൽ എഴുന്നേറ്റു വരട്ടെ. സങ്കീർത്തനക്കാരൻ ആമേൻ സങ്കീർത്തനത്തിനകത്ത് 11 തോന്നുന്നു. സങ്കീർത്തനത്തിനകത്ത് പറയുന്നൊരു പദമുണ്ട്, ഐ വാണ്ട് ടു ടെൽ ഇൻ ദി പ്രോപ്പർ പ്ലേസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ദൈവം എന്നെ കുറിച്ച് എന്നെ താമസിപ്പിക്കാൻ, എന്നെ കൊണ്ടെത്തിക്കാൻ ആഗ്രഹിക്കുന്ന യഥാർത്ഥമായൊരിടമുണ്ട്. എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ട്, കർത്താവേ ഈ അമ്പിയർ കോണത്തിലാണോ നീ എന്നെ കൊണ്ടെത്തിക്കാൻ ആഗ്രഹിച്ചത്? ഈ തിരുവനന്തപുരത്ത് ജീവിക്കാനാണോ എന്നെ കൊണ്ടെത്തിക്കാൻ ആഗ്രഹിച്ചത്? ഇന്ന് പകലില്ല എങ്കിൽ ദൈവത്തോട് ചോദിക്കണം, എന്റെ ഭാവി നീ എവിടെ കൊണ്ട് ഉറപ്പിക്കാനാണ് നീ ആഗ്രഹിച്ചത്? എന്റെ കുടുംബത്തെ നീ എവിടെ കൊണ്ടെത്തിക്കാനാണ് നീ ആഗ്രഹിച്ചത്? എന്നെ വിളിച്ചപ്പോ ഞാൻ കാണിപ്പാനിരിക്കുന്ന വേഷത്തേക്ക് പുറപ്പെടാൻ പറഞ്ഞില്ലേ? നീ കാണിക്കാനിരിക്കുന്ന വേഷം അത് ഇതാണോ? ആ ഭാവി ഇതാണോ? ആ ഉപജീവനം ഇതാണോ? ആ വിദ്യാഭ്യാസം ഇതാണോ? ആ ശുശ്രൂഷ ഇതാണോ എന്ന് നീ ചോദിച്ചേ പറ്റൂ. നമ്മുടെ ദർശനങ്ങൾ, നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ അളവുകൾ അത്രത്തോളം വളർന്നില്ല. ഏതോ മുറിക്കകത്തെ കിച്ചണിൽ ഒതുങ്ങുന്ന, ഏതോ ഓഫീസ് വരാന്തയുടെ ക്യാബിനകത്തൊതുങ്ങുന്ന, ഏതോ വിദ്യാഭ്യാസ മേഖലകളുടെ സ്കൂളിന്റെ വരാന്തകൾക്കകത്തൊതുങ്ങുന്ന, ഏതൊക്കെ താൽക്കാലിക കംഫർട്ട് സോണുകൾക്കകത്തിരിക്കുമ്പോ എന്നെ കേൾക്കുന്ന യങ്സ്റ്റർ, നിന്നെ വിളിച്ചത് ലോകം നിന്നെ കുറിച്ച് കാണാത്ത ഒരിടത്തെത്തിക്കാനോ, ഒരു ഭാവി നിനക്ക് തരാനോ, ഒരു ഉയർച്ച നിനക്ക് തരാനോ.
ഉറപ്പിച്ചും തറപ്പിച്ചും ഞാൻ പറയാ, ദൈവം കണ്ടത് നിന്റെ അപ്പൻ കണ്ടതല്ല, ദൈവം കണ്ടത് നിന്റെ അമ്മ കണ്ടതല്ല, ദൈവം കണ്ടത് നിന്റെ ചാച്ചക്കാർ കണ്ടതല്ല, ദൈവം കണ്ടത് ദൈവമേ സഭക്കാർ കണ്ടതല്ല. അബ്രഹാമേ, ഇവരാരും കാണാത്ത ഒന്ന് ഞാൻ നിന്നെ കുറിച്ച് കണ്ടിട്ടുണ്ട്. പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. അസാധാരണമായ ദൈവ സാന്നിധ്യം ഇവനകത്ത് വെളിപ്പെടുകയാണ്. ചിലവിന്റെ ബൗണ്ടറികളെ ദൈവം പൊളിക്കുക, ചിലവിന്റെ ബൗണ്ടറികളെ ദൈവം പൊളിക്കുക. ഈ പകൽ ചിലവിന്റെ അഭിരുകളെ ദൈവം വിശാലമാക്കുക. ഓ ശമള ബലഘടക അർത്ഥരേഖമെന്ന് പറഞ്ഞ എഫേസിന്റെ അഭിരുകളെ ദൈവം വിശാലമാക്കിയതുപോലെ ഈ പകൽ കരയും അവന്റെ അഭിരുനെ പ്രാപിക്കാൻ കഴിയുമെങ്കിൽ പ്രാപിച്ചോ. ഒരു പാസ്റ്റർ ഹൃദയത്തിൽ തോമാപ്പ, ഒരു പ്രവാചകന്മാരുടെ വെളിപ്പെട്ടു വരാത്ത, ഒരു ഉപദേഷ്ടാക്കന്മാരുടെ മുൻപിൽ വെളിപ്പെട്ടു വരാത്ത, ഒരു സഭക്കാരുടെ മുൻപിൽ വെളിപ്പെട്ടു വരാത്ത, ഒരു ദൈവമക്കളുടെ മുൻപിൽ വെളിപ്പെട്ടു വരാത്ത ദൈവികമായ പാസ്റ്റർ പ്ലാനുകൾ നിനക്ക് വേണ്ടി, നിന്റെ സംഭവിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ള ചില ഇടങ്ങൾ ഈ പകൽ ദൈവാത്മാവ് വ്യക്തമായി ദൂത് കൈമാറുക. 2025 ചിലവിന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന നല്ല ഭാവികൾ, നല്ല ഉയർച്ചകൾ, നല്ല മാന്യതകൾ, നല്ല അർഹതയില്ലാത്ത ജീവിതങ്ങൾ ഈ പകൽ വെളിപ്പെടുകയോ. ഇതെങ്ങനെ എന്നോട് ചോദിക്കരുത്. How it will happen ഇന്ന് പകൽ എന്നോട് ചോദിക്കരുത്. ഇന്ന് പകൽ കാഴ്ചയാലയല്ല, വിശ്വാസത്താ ഈ ദൂതനെ ഞാൻ ശാബാര അർത്ഥലവൈഡവരന്തര ഘടകവരാജല ഘടകാരീവരവക്ഷവരന്തര വൈഡവ ശരാബലാരക ശവാരബല ഘടക അർത്ഥരാരകൽഖവ. അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്തിട്ട് പറ, കണ്ടതല്ല കാണിക്കാൻ പോകുന്നൊരിടമുണ്ട്, കണ്ടതല്ല കാണാൻ പോകുന്നൊരിടമുണ്ട്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ ഞാൻ നിന്നെ കാണിക്കാൻ പോവാ, ഞാൻ നിന്നെ കാണിക്കാൻ പോവുക. ഈ ഫെബ്രുവരി മാസം അവസാനത്തിൽ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തോട് ഞാൻ ചോദിച്ചു, കർത്താവേ എന്താ എൻ്റെ ജീവിതം ഇങ്ങനെ, എന്താ ഞാൻ ദൈവജനത്തോട് പറയേണ്ടത്? ദൈവം എന്നോട് പറയൂ, ഞാൻ നിന്നെ ചിലത് കാണിക്കാൻ പോവുക. വിശ്വസിക്കാമെങ്കിൽ ഒരു ദൂത് ഞാൻ കയറി പറയാം. 2025 അവസാനിക്കുന്നതിന് മുമ്പ് ദൈവം എന്നെ കുറിച്ച് കണ്ടത് ചിലവ് ദൈവം കാണിക്കാൻ പോകുക, ചിലവ് ദൈവം നിന്റെ കരത്തിൽ തരാൻ പോകുക. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം തുറന്നു തരാൻ പോകുക, നിന്റെ സഭയ്ക്ക് വേണ്ടി ദൈവം തുറന്നു തരാൻ പോകുക. ദേശത്ത് നീ ഒതുങ്ങില്ല, ദേശത്ത് നീ വളരാൻ പോകുക, ദേശത്ത് നീ ഒതുങ്ങില്ല, ദേശത്ത് നീ വളരുക. വേണമെന്നുള്ളവർ മാത്രം, വേണമെന്നുള്ളവർ ഈ പകലൊരു ദൂത് മതി, ഒരു വാക്ക് മതി. നിന്റെ ചരിത്രം മാറും, നിന്റെ മേൽ ദൈവിക നിയോഗങ്ങൾ വെളിപ്പെടും. ശാരാബാല അർത്ഥലവൈഡ ശാരാധാര അർത്ഥമാന അർത്ഥലവൈഡേ രേഖമാന ശാരാധാര അൽഖലഗൈഡേ പോ ശാരാധാര
ദൈവത്തോട് പറ, കർത്താവേ ഞാൻ വിടേണ്ടത് വിടാൻ തയ്യാറാണ്. എനിക്ക് ഈ ലോകത്തുള്ള എമ്മിനേക്കാളും വലുത് അങ്ങയാണ്. അപ്പനേക്കാൾ വലുത്, അമ്മയേക്കാൾ വലുത്, ആമേ കുടുംബത്തെക്കാൾ വലുത്, പാരമ്പര്യത്തെക്കാൾ വലുത് എനിക്കങ്ങയാണ്. എനിക്കങ്ങയാണ്. എൻ്റെ ഭർത്താവിനേക്കാൾ വലുത്, എൻ്റെ മക്കളേക്കാൾ വലുത്, ഈ ലോകത്തിലുള്ള എമ്പിനേക്കാൾ വലുത്. ആമേ, ഇറ്റ്സ് യു ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയരേ, ഒരിക്കലും നമ്മൾ ദൈവത്തോട്, ദൈവിക പദ്ധതിയോട് മറുതലിച്ചു നിൽക്കുന്നവരായി മാറരുത്. അങ്ങനെ നിന്നാൽ നമ്മുടെ ജീവിതം പരാജയമായി പോകും. നമ്മുടെ തലമുറ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഗുണം പിടിക്കില്ല. നമ്മുടെ തലമുറ ദൈവകൃപയിൽ നിൽക്കില്ല. നമ്മുടെ തലമുറ ദൈവ സാന്നിധ്യത്തിനകത്ത് നിൽക്കില്ല. ദൈവത്തോട് ചോദിക്കണം, കർത്താവേ നീ ആഗ്രഹിക്കുന്ന ദേശത്ത്, നീ ആഗ്രഹിക്കുന്ന ദേശത്ത്. ഞാനിത് പ്രസംഗിക്കുന്നത് നാളെ ബാഗ് എടുത്തുകൊണ്ട് UK ചെന്ന് കിടക്കണമെന്നല്ല, നാളെ ബാഗ് എടുത്തുകൊണ്ട് കാനഡയാണ് ദൈവം തന്നതെന്ന് പറഞ്ഞു പോകണമെന്നല്ല. ദൈവത്തോട് ചോദിക്കണം, കർത്താവേ ഏതു മണ്ണാണ്, എവിടെയാണ് നീ എന്നെ ഉറപ്പിക്കേണ്ടത്, അവിടെ നീ ഉറപ്പിക്കണം. അവിടെ എൻ്റെ തലമുറ ഉറപ്പിക്കണം. ആർക്കും പ്രാർത്ഥനയില്ല. ദൈവത്തോട് ചോദിക്കണം, കർത്താവേ എത്തരത്തിലുള്ള മണ്ണിലാണ് എൻ്റെ തലമുറയെ നീ കരുതിയിരിക്കുന്നത്, അവിടെ എത്തിക്കണം, അവിടെ എത്തിക്കണം. ഇന്ന് പകൽ എത്തിയില്ലെങ്കിലുള്ള കാര്യം ഞാൻ പ്രസംഗത്തിൽ ഞാൻ വിശദീകരിക്കും. ഇന്ന് പകൽ ശ്രദ്ധിച്ചു കേട്ടോ. അബ്രഹാമിനോട് പറയുക, അബ്രഹാമേ ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ഒരു ദേശമുണ്ട്, അവിടേക്ക് നീ യാത്ര തിരിക്കണം. യാത്ര തിരിക്കുമ്പോൾ ചുമ്മാ യാത്ര തിരിച്ചാൽ പോരാ, വിടേണ്ടതെല്ലാം വിട്ടിട്ട് യാത്ര തിരിക്കണം. കാണേണ്ടത് കാണണോ, വിടേണ്ടതെല്ലാം വിടണം. കാണേണ്ടത് കാണണോ, ഉപേക്ഷിക്കേണ്ടതെല്ലാം ഉപേക്ഷിക്കണം. കാണേണ്ടത് കാണണോ, കപടഭക്തിയാൽ ദൈവത്തെ സ്തുതിക്കരുത്. അവൻ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കണം. ആമ കാണേണ്ടത് കാണണോ, അയ്യോ പാസ്റ്റർ കാണുന്നില്ലല്ലോ, ആമ അമ്മയപ്പം കാണുന്നില്ലല്ലോ, ഉലകത്തിൽ ആരും കാണുന്നില്ലല്ലോ എന്ന് കരുതി നമ്മുടെ ജീവിതത്തിനകത്ത്, ആരും അറിയാത്ത ജീവിതത്തിനകത്ത് നാം കൊണ്ടു നടക്കുന്ന ചിലതില്ലേ, അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ദൈവത്തോട് കറതീർത്ത് ദൈവസന്നിധിയിലിരുന്ന് കണ്ണുനീരോടെ കരഞ്ഞിട്ട് പറയണ, കർത്താവേ ഇനി ഞാൻ ഇറങ്ങാൻ തയ്യാറാണ്. എന്റെ പാപവും ഭാരവും ഞാൻ നിന്നിൽ അർപ്പിച്ചു കഴിഞ്ഞു. ഇനി നീ എവിടെ എന്നെ ആക്കുന്നു അവിടെ ഞാൻ എത്തിച്ചേരാ. I am ready to do that. Hallelujah. ചില കണ്ണുകൾ ഇതിനകത്ത് നിറയുന്നുണ്ട്. സ്നേഹത്തോടെ ഞാൻ പറയാം, എമ്പിനാ അബ്രഹാമിനോട് പറഞ്ഞ, അബ്രഹാമേ ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്നൊരു ദേശമുണ്ട്. ആ ദേശത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവിടെ എത്തിയാൽ നീ ഒന്നും പ്രാർത്ഥിച്ചു വരുത്തണ്ട. മനസ്സിലായില്ല? അവിടെ എത്തിയാൽ നിന്റെ തലമുറയ്ക്ക് വേണ്ടി നീ ഒന്നും പ്രാർത്ഥിച്ചു കൊണ്ടുവരണ്ട. അവിടെ എത്തിയാൽ നിന്റെ തലമുറയുടെ സംരക്ഷണത്തിന് വേണ്ടി നീ പ്രാർത്ഥിച്ചൊന്നും ചെയ്യണ്ട. Are you getting me? എത്തേണ്ടടുത്തെത്തിയാൽ ദൈവം ഓൾറെഡി എല്ലാം കരുതിയിട്ടുണ്ട്. ആദാമിനോട് പറഞ്ഞു, ആദാമേ ഈ കാണുന്ന ഏദേനിൽ നീ പാർക്കണം. എന്താ ഏദേൻ്റെ പ്രത്യേകത? ആദാമിനെ ദൈവം പൂഴി കൊണ്ട് സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം ഏദേനെ സൃഷ്ടിച്ചു. ഇന്ന് പകൽ സബിംബാസിനെ ദൈവം സൃഷ്ടിക്കുന്നതിന് മുമ്പ് സബിംബാസിക്ക് വേണ്ടിയുള്ള കരുതലുകളെ ദൈവം സൃഷ്ടിച്ചു. ഇവിടെ ഇരുന്ന് നെഞ്ചത്തടിച്ച് കരയരുത്. ഇവിടെ ഇരുന്ന് എല്ലാ ആഴ്ചയും അമ്മിരുന്ന് കണ്ണുനീരോട് ഉപവസിച്ചിട്ട് പോകേണ്ട ഇടമല്ല. ദൈവ സാന്നിധ്യം അനുഭവിക്കേണ്ട ഇടമാണ്. എന്തുകൊണ്ട് നമ്മൾ ഉഴലുന്നു? എന്തുകൊണ്ട് അനുഭവിക്കേണ്ട നന്മകൾ അനുഭവിക്കുന്നില്ല? എന്തുകൊണ്ട് നാം ദൈവസന്നിധിയിൽ കരയേണ്ടി വരുന്നു? നമ്മൾ ദൈവമാക്കി വെച്ച ഇടത്തില്ല. കയീനോട് ചോദിക്കുന്നു, കയീനേ
നിന്റെ അനുജനെവിടെ? കയ്യിനെ നിന്റെ അനുജനെവിടെ? ഈ പകൽ ദൈവം ചിലരോട് ചോദിക്കുക, നിങ്ങളെവിടെയാ? നിങ്ങളെവിടെയാ? ദൈവമെല്ലാം ആക്കി വച്ചിട്ടല്ലേ വിളിച്ചിറക്കിയേ? ദൈവമെല്ലാം ഒരുക്കി വച്ചിട്ടല്ലേ വിളിച്ചിറക്കിയേ? ഇന്നും കഷ്ടതയും കണ്ണുനീരല്ലാതെ ദൈവസന്നിധിയിൽ ഒന്നുമില്ലല്ലോ. ഇന്ന് പകൽക്കാലം എത്ര ആഗ്രഹിച്ചിട്ട് നല്ലൊരു ജീവിതം സംഭവിക്കുന്നില്ലല്ലോ, നല്ലൊരു ഭാവി സംഭവിക്കുന്നില്ലല്ലോ. ഉയർച്ചകൾക്ക് പകരം താഴ്ചകളല്ലേ? ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് ചിന്തിച്ചു നോക്കണം, ഞാനിരിക്കുന്നത് ദൈവമാക്കി വച്ചെടുത്താണോ? ഞാനിരിക്കുന്നത് ദൈവിക പദ്ധതിക്കകത്താണോ? സ്നേഹത്തോടെ ഞാൻ പറയാം, എല്ലാം തകർന്നിട്ട് കരയുന്നതിനേക്കാൾ ദൈവിക സാന്നിധ്യത്തിനകത്ത് അവൻ്റെ സാന്നിധ്യം അനുഭവിച്ച് കരയുന്നത് നല്ലത്. അവൻ്റെ കരുതൽ അനുഭവിച്ച് കരയുന്നത് നല്ലത്. ഈ പകലൊന്നും മടങ്ങിപ്പോകാമോ? എവിടേക്ക്? ദൈവം ഒരുക്കി ആക്കി വച്ച ദൈവത്തിൻ്റെ കരുതലിലേക്ക്. ആ കരുതലിലേക്ക് പോകണമെങ്കിൽ ദൈവത്തിൻ്റെ മകനായി നീ മാറണം, ദൈവത്തിൻ്റെ മകളായി മാറണം. ദൈവത്തിൻ്റെ മകൻ്റെയും മകളുടെയും പ്രത്യേകത ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവരായി മാറണം. സ്നേഹത്തോടെ ഞാൻ ചോദിക്കട്ടെ, പാട്ടുപാടി സ്തുതിച്ച തുടങ്ങിയത് മുതൽ ഇവിടെ വന്നിരുന്നത് നിന്റെ കൈ ചലിപ്പിക്കാൻ നിനക്ക് കഴിയുന്നുണ്ടോ? വായ്പുറം ആരാധിക്കാൻ കഴിയുന്നുണ്ടോ? ഒരു ചരി സാന്നിധ്യം നിന്റെ ശരീരത്തിനകത്ത് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? പണ്ട് പാട്ടുപാടേണ്ട കരയുമായിരുന്നു, പണ്ട് പ്രാർത്ഥിക്കേണ്ട ദൈവസാന്നിധ്യം നിലവിളിക്കുമായിരുന്നു. സ്നേഹത്തോടെ ഞാൻ ചോദിക്കട്ടെ, ഇന്ന് പകൽ ആരാധനയ്ക്ക് വന്നിരുന്നിട്ട് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുമില്ലെങ്കിൽ നീ അവന്റെ പദ്ധതിയിൽ നിന്ന് വളരെ അകലെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കലും ഇല്ലാത്ത മയക്കവും ഉറക്കവും ആരാധനയ്ക്കകത്ത് വന്നിരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ ഏതോ ഒരു സ്പിരിറ്റ് നിന്നെ വലയം ചെയ്തിട്ടുണ്ട്. ആരാധിച്ചവന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാതെ നിന്നെ മയക്കുന്നൊരു സ്പിരിറ്റ് ഉണ്ട്. ആരോ പറഞ്ഞ ക്ഷീണത്തിനകത്ത് കേവലം 2 വാക്കിനകത്ത് ഒതുങ്ങി ജീവിതം ജീവിച്ചു തീർക്കരുത്. നമുക്ക് 100 എക്സ്ക്യൂസാ. അമ്മ ആരോഗ്യം ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ ആരാധിച്ചു. ഇന്ന് ആരോഗ്യമില്ല വാസം, ഇന്ന് ആരാധിക്കുന്നില്ല. അന്ന് ഞാൻ മരുന്നെടുത്തില്ല, ഇന്ന് മരുന്നെടുക്കുന്നത് കൊണ്ട്. ഹലോ, ഇന്ന് പകൽ സ്നേഹത്തോടെ ഞാൻ പറയാം, ദൈവം നിന്റെ ഇന്നലത്തെ പ്രോഗ്രസ് കാർഡല്ല നോക്കുമേ, ഇന്നലത്തെ പ്രോഗ്രസ് കാർഡല്ല നോക്കുമേ. അതല്ല ഇൻവാലിഡാ. ഇന്നലെ തുള്ളിയതും ഇന്നലെ ചാടിയത്, ഇന്നലെ പ്രവചിച്ചത്, ഇന്നലെ പ്രസംഗിച്ചത്, ഇന്നലെ വെളിപ്പാട് കണ്ടത്, അതെല്ലാം ഇൻവാലിഡാ. അതൊക്കെ വേലിയിടാകണമെങ്കിൽ, അതെല്ലാം നോക്കണമെങ്കിൽ നീ അവസാനത്തോളം ഈ കൃപയിൽ നിന്നാല് ഇന്നലെ ഓടിയതെല്ലാം നോക്കൂ. ഇന്നലെ സബിംബാസ് എത്ര പേരെ സ്നാനപ്പെടുത്തിയെന്ന് ദൈവം ഇന്ന് നോക്കില്ല. ഹലോ, ഇന്നലെ എത്ര പ്രസംഗം പ്രസംഗിച്ചെന്ന് നോക്കില്ല. അന്ത്യത്തോളം ആ കൃപയിൽ നിന്നാ മാത്രമേ പഴയ പ്രോഗ്രസ് കാർഡൊക്കെ ഇഞ്ഞു മുന്നിൽ വരൂ. പലതും പഴയതും കൊണ്ടിരിക്കുക. ഞാൻ 80കളിൽ ആരാധിച്ചതാ, 90കളിൽ ഞാൻ തീയായിരുന്നു, ഇന്ന് കരിക്കട്ടയാ. ഹലോ, ദൈവത്തിന് വേണ്ട, ദൈവത്തിന് വേണ്ട, ദൈവത്തിന് വേണ്ട. ഇന്ന് പകൽക്കാല ദൈവവചനം പറയുന്നു, ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു എന്ന് ഒരു കുറവ് എനിക്ക് നിന്നെക്കുറിച്ച് പറയാനുണ്ട്. ഹലോ, പണ്ട് പ്രാർത്ഥിക്കണ്ടായിരുന്നു, ദൈവിക കരുതലുകൾ വീട്ടിൻ്റെ മുറ്റത്ത് വെളിപ്പെടുമായിരുന്നു. പണ്ട് കരയുണ്ടായിരുന്നു, അമ്മമുള്ളവെല്ലാം ദൈവം തമ്മില്. പണ്ട് ഇതേപോലെ ഉഴലേണ്ട ആവശ്യം വന്നിട്ടുണ്ടോ? ദൈവം നടത്തിയില്ലേ? പണ്ട് മാട്ടുകാരുടെ മുമ്പിൽ കരം നീട്ടേണ്ട ഗതികേട് വന്നിട്ടുണ്ടോ? ഇല്ലാതെ ദൈവം പോഷിപ്പിച്ചില്ലേ? എന്തുകൊണ്ട് നമ്മുടെ മുൻപും പിൻപും അടയപ്പെടുന്നു? എന്തുകൊണ്ട് നമ്മുടെ മുൻപും പിൻപും അടയപ്പെടുന്നു?
ദൈവം കാണിക്കാൻ വച്ചത് വേറെയാ, നമ്മൾ നിൽക്കുന്നത് വേറെയാ. ദൈവം കാണിക്കാനിരുന്നത് വേറെയാ, നമ്മൾ നിൽക്കുന്നത് വേറെയാ. ദൈവത്തോട് ഞാൻ പ്രാർത്ഥനാ മുറിയിൽ ചോദിക്കാറുണ്ട്, കർത്താവ് നീ അയക്കാത്ത ഇടത്ത് ഞാൻ പോകാൻ ഇടവരരുത്. ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച്, ദൈവഹിതമില്ലാത്ത വീട് വേണ്ട, ദൈവഹിതമില്ലാത്ത വസ്തു വേണ്ട, ദൈവഹിതമില്ലാത്ത വാഹനം വേണ്ട, ദൈവഹിതമില്ലാത്തതൊന്നും വേണ്ട. ദൈവഹിതമുള്ള ചിലവ് എന്റെ ജീവിതത്തിൽ ദൈവം കാണിക്കാനിരിക്കുന്ന ചിലവ്. അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോ. അവനും അവൻ്റെ ഭാര്യയും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? കരത്തോട് കരം പിടിച്ച് ഇറങ്ങുമ്പോൾ ശൂന്യമാണ്. വാർദ്ധക്യത്തിൻ്റെ ആദ്യത്തെ പടിയാണ്. നടന്നു നീങ്ങുമ്പോൾ ദൈവം പറയുക, ആ ദേശത്ത് ഞാൻ നിന്റെ സന്തതിയെ വർദ്ധിപ്പിക്കും. ഏത് ദേശത്ത്? ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശത്ത്. പ്രിയരെ, എവിടെയോ വർദ്ധനവ്? ദൈവം നിനക്ക് വേണ്ടി കരുതിയെടുത്ത്. മനസ്സിലായവരുണ്ടോ? ദൈവം കരുതാത്തെടുത്ത് നിന്നിട്ട്, ഹലോ, ഹാഗറിന് തുറന്നതുപോലെ നീഴൊഴുക്ക് തുറക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ നടക്കില്ല. ഹലോ, ഹന്നയുടെ ഉദരം തുറന്നതുപോലെ എൻ്റെ ഉദരം തുറക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ നടക്കില്ല. God has a definite purpose for you. നിന്നെ വിളിച്ചൊരു വ്യത്യസ്തമായ ദൈവിക പദ്ധതിയുണ്ട്. അവിടെ നീ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്റെ തലമുറയെ വർദ്ധിപ്പിക്ക്. നിന്നെ ദൈവം വർദ്ധിപ്പിക്ക്, നിന്റെ ശുശ്രൂഷയെ വർദ്ധിപ്പിക്ക്. അവൻ നിന്നെ വർദ്ധനവിലേക്ക് നടപ്പ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമാക്കിയിരിക്കുന്ന ഇടത്ത് ദൈവത്തിൻ്റെ വർദ്ധനവുണ്ട്. 2025 ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ? കർത്താവേ, നീ എനിക്ക് കാണിപ്പാനിരിക്കുന്ന ദേശത്ത് എന്നെ ഒന്ന് എത്തിക്കണേ, എന്നെ ഒന്ന് വർദ്ധിപ്പിക്കണേ. ഒന്ന് പ്രാർത്ഥിക്കാമോ? ആ കരങ്ങളെല്ലാം ഒന്ന് ഉയർന്നിരിക്കട്ടെ. വലതുകരം സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തി ദൈവത്തോട് ഈ പകലൊന്ന് പ്രാർത്ഥിരപ്പ, നീ എന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്ത്. ലൈവിലൂടെ എന്നെ കാണുന്നവർ ഈ പകൽ പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ പ്രാർത്ഥിര. ദൈവമേ, എൻ്റെ തലമുറകൾക്ക് വേണ്ടി നീ കരുതിയ ദേശത്ത്, നീ വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞ ഇടത്ത്, ആ ഉപജീവന മേഖലയിൽ, ആ ഇടത്ത്, ആ വിദ്യാഭ്യാസ മേഖലകളിൽ എൻ്റെ തലമുറ എത്തുന്ന കാളുകൾ വിദൂരമല്ലെന്ന് ഈ പകൽ ഞാൻ വിശ്വസിക്കുക. ഞങ്ങളെ ഒന്ന് എത്തിക്കണമേ. ഞങ്ങളുടെ ഈ റിവൈവൽ സെന്ററിന് വർദ്ധിക്കാമെന്ന് പറഞ്ഞ അങ്ങയുടെ ദൈവിക പദ്ധതിയിലേക്ക്. അവിടെയാ ദൈവിക വർധനവുള്ളത്, അവിടെയാ ദൈവിക വർധനവുള്ളത്. അവിടെയാണ് അബ്രഹാമിനോട് പറഞ്ഞ, അബ്രഹാമേ, ഞാൻ നിനക്ക് പാലും തേനുമുള്ള ദേശം അവകാശമാക്കി തരാം, അവകാശമാക്കി തരാം. ഹല്ലേലൂയ. അർഹതയില്ലാത്ത വാറ്റത്വങ്ങൾ വേണോ? ദൈവം ആഗ്രഹിച്ചതിലേക്ക് നടക്കണം, ദൈവം ആഗ്രഹിച്ചതിലേക്ക് നടക്കണം. നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ, ദൈവം ആഗ്രഹിച്ചതിലേക്ക് നടന്നില്ലേലും പലരും അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നുണ്ടല്ലോ. ഹലോ, എന്നെ പോലെ ദൈവത്തെ ആരാധിക്കാത്ത, എന്നെ പോലെ ദൈവത്തെ സ്തുതിക്കാത്ത പലരും പേരിന് മാത്രം ഈ പുസ്തകം എടുത്ത് നടന്നിട്ട് പലരും എന്തൊക്കെ നേടുന്നുണ്ടല്ലോ. സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, അതെല്ലാം ശാശ്വതമല്ല. അതെല്ലാം ലോത്ത് നേടിയതുപോലെയാ. അബ്രഹാമിന്റെ കൂടെ നടന്നപ്പോൾ കിട്ടിയതാ. ഈ പുസ്തകം എടുത്തു കടന്നത് കൊണ്ട് ചെറിയതായിട്ട് ക്രെഡിറ്റുകൾ കിട്ടിയതാ. ലോത്തിനോട് പറഞ്ഞു, ലോത്തേ,
ഞാൻ നിനക്ക് വേണ്ടി കാണിപ്പാനിരിക്കുന്ന ഒരു ദേശമുണ്ട്. ദൂതന്മാർ ഉഷസ്സായപ്പോൾ ലോത്തിന്റെ കരം പിടിച്ചു ബന്ധപ്പെടുത്തിയിട്ട് പറഞ്ഞു, ലോത്തേ, ഈ ദേശത്ത് നീ നിൽക്കരുത്, ഇവിടെ ഉന്മൂലനാശം സംഭവിക്കാൻ പോകുക. ഈ സൊദോമിനെയും ഗൊമോറയെയും ഞാൻ തീ കൊണ്ട് നശിപ്പിക്കാൻ പോകുക. ലോത്തിനോട് ഒരു ദൈവിക ദൂതന്മാർ പറഞ്ഞു, ഒരു ദേശം ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഏതാ ദേശം? ലോത്തിനോട് കരം പിടിച്ചിട്ട് പറഞ്ഞു, ലോത്തേ, ആ കാണുന്ന പർവ്വതമുണ്ടല്ലോ, അവിടെ ജീവരക്ഷയ്ക്ക് നീ ഓടിപ്പോ. വലിയപ്പച്ചനായ ലോത്ത് ഈ ദൂത് കേട്ടപ്പോ നമ്മളെ പോലെ അന്യഭാഷയെ 2 പ്രാവശ്യം തുള്ളിയിട്ട് പറഞ്ഞു, ദൂതരേ, അവിടെ വേണ്ട, സോവാർ നല്ലതാ. പിടികിട്ടിയോ? എടാ, ദൈവമാക്കിയ ആ പർവ്വതമാ, ദൈവം നിനക്ക് വേണ്ടി കരുതിയ ആ പർവ്വതമാ. ലോത്ത് പറയുക, നോ നോ നോ, ആ സോവാർ കൊള്ളാം, ഓടാൻ എളുപ്പമുണ്ട്, അവിടെ കമ്മുകാലികളുണ്ട്, അവിടെ കാര്യങ്ങളെല്ലാം നടക്കും. സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ദൈവഹിതമില്ലാതെ ഒരു സ്റ്റെപ്പ് നീ എടുത്താൽ, നീ എടുക്കുന്ന സ്റ്റെപ്പ് മൂലം നീ മാത്രമല്ല, നിന്റെ കുടുംബം മുഴുവനും തകരും. ഹലോ, ലോത്തിനോട് പറയുക, ലോത്തേ, നീ അവിടെ പോ. ആ പർവ്വതത്തിൽ എന്തിനു വേണ്ടി പോ? ജീവ രക്ഷയ്ക്ക് എന്ന് പറഞ്ഞാൽ നിന്റെ നിത്യതയ്ക്ക് വേണ്ടി മാത്രമല്ല, ഈ ജീവൻ നിലനിർത്താനുള്ളതെല്ലാം അവിടെ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. അവിടെ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ആ പർവ്വതത്തിൽ നിന്റെ ജീവരക്ഷയുണ്ട്. ലോത്ത് പറയുക, ഞാൻ അവിടെ പോകുന്നില്ല, ഞാൻ സോവാറിൽ പോകാം. എന്ത് സംഭവിച്ചു? അപ്പന്റെ വാക്ക്, അപ്പനെടുത്തൊരു തീരുമാനം തലമുറകളെല്ലാം തകർന്നുപോയി. ഈ പകൽ സ്നേഹിതോ, ഈ പകൽ കുടുംബങ്ങളെ, എന്നെ കേൾക്കുന്ന കൂടപ്പിറപ്പേ, ആരാ പറഞ്ഞത് നിനക്ക് അപ്പനില്ലെന്ന്? ആരാ പറഞ്ഞത് നിനക്ക് അമ്മയില്ലെന്ന്? ഈ ദൈവത്തെ പോലെ നല്ലൊരു അപ്പനെ ഞാൻ കണ്ടിട്ടില്ല. ഈ ദൈവത്തെ പോലെ നല്ലൊരു അമ്മയെ ഞാൻ കണ്ടിട്ടില്ല. അവനൊരുക്കുന്നത് പോലെ നല്ല ഈ ഉലകത്തിൽ ആർക്കും ഒരുക്കി തരാൻ കഴിയില്ല. അവനൊരുക്കി വച്ചതുപോലെ ഉലകത്തിൽ ഒരാൾക്കും ഒരുക്കാൻ കഴിയില്ല. ഇന്ന് ദൈവത്തോട് പറ, നീ എനിക്ക് വേണ്ടി കരുതിയ മതി. പ്രിയരെ, ലോത്തിന്റെ കരത്തിൽ ദൂതൻ പിടിച്ചിട്ടാ പറഞ്ഞ, ലോത്തെ, ആ ദേശത്തേക്ക് പോ, ആ പർവ്വതത്തിലേക്ക് പോ. പിടിച്ചിരുന്ന ദൂതൻ ലോത്തിനെ കൊണ്ടെങ്കിലും വിട്ടാനെ. ലോത്ത് പറഞ്ഞു, ഞാൻ അങ്ങോട്ടില്ല, ഞാൻ ഈ സോവാറിൽ പോകാം. കണ്ടോ, നമ്മുടെ ഒറ്റ തീരുമാനമാ. ചെറുതെന്ന് നമ്മൾ ചിന്തിക്കും, നമ്മുടെ ജീവിതത്തിൽ വലിയ തകർച്ച കൊണ്ടുവരും. ആ സോവാർ വിട്ട് ആ കുടുംബം പുറത്ത് വന്നിട്ടില്ല. Why it happened? ദൈവം കാണിക്കാനിരുന്നത് അതല്ല. ദൈവം കാണിക്കാത്ത ചിലതിലേക്ക് കൈ കടത്തരുത്. ദൈവം കാണിക്കാത്ത ചിലതിലേക്ക് സ്റ്റെപ്പ് വയ്ക്കരുത്. ദൈവം കാണിക്കാത്ത ഒന്നിനു വേണ്ടി നീ ദൈവസന്നിധിയിൽ മുഴങ്ങാലിരിക്കരുത്. ദൈവത്തോട് പറയണം, അപ്പാ, അങ്ങ് കാണിക്കുന്ന ദേശത്ത് എനിക്ക് പോകണം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ദാണ്ടേ ദൂതൻ കരത്തി പിടിച്ചവൻ പറയുക, ഞാൻ അങ്ങോട്ടില്ല, ഞാൻ ഇങ്ങോട്ട് പോകാം. പക്ഷെ വിളി കേട്ടിറങ്ങിയവൻ 1 2 അല്ല, 25 വർഷം കേട്ട വാഗ്ദത്തത്തിൻ്റെ ഒരു കണിക പോലും ജീവിതം നോക്കിയാലില്ല. മരുഭൂപ്രയാണം, ഒന്നുമില്ല. കുത്തുവാക്കും പരാജയവും നിന്ദയും അപമാനവും. എവിടെയാ നിന്റെ തലമുറ?
നീയാണ് ഒരു രാജ്യമാകാൻ പോകുന്നത്. ആരെയും അമ്മ വലുതാക്കാൻ പോകും. നീ എന്ത് കണ്ടിട്ട് അബ്രഹാം ഇറങ്ങിയത്? ഇതൊക്കെ കേൾക്കുമ്പോഴും അബ്രഹാം പറയുന്നൊരു പദമുണ്ട്, യഹോവയിരേ. അവൻ കരുതും, അവൻ കരുതും, അവൻ കരുതും. 2025 കണ്ണുനീരോടെ കരയുന്ന ചില വിഭിന്നകത്തിരിപ്പുണ്ട്. ദൈവത്തിൻ്റെ വഴി നടന്നിട്ടാണോ ഈ പരിഹാസം? ദൈവത്തിൻ്റെ പാതയിൽ നിന്നിട്ടാണോ ഈ കുത്തുവാക്ക്? ദൈവത്തിന് വേണ്ടി നിന്നിട്ടാണോ ഈ ഒറ്റപ്പെടലും മുറിവേൽപ്പിക്കപ്പെടലും? ദൈവം ഉറപ്പിച്ചും തറപ്പിച്ചും പറയുക, ഞാൻ യഹോവ ജയറയാ, ഞാൻ കരുതുന്നവനോ, നിന്റെ കൂടെ ഇറങ്ങി വരോ. ഇന്ന് പകൽ ആ വേദപുസ്തകം കൊണ്ടുവന്നവരെല്ലാം ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. എന്നിട്ട് പറ, 2025 എൻ്റെ ദൈവം എന്നെ കരുതുന്നവനായി വെളിപ്പെടും. എൻ്റെ ജീവിതത്തിൽ ദൈവം കരുതുന്നവനായി വെളിപ്പെടും. എൻ്റെ കണ്ണുനീരിൻ്റെ താഴ്വരയ്ക്കകത്ത് ആ പദം ഒരുമിച്ചൊന്ന് പറയുമോ? യഹോവയിരയായി വെളിപ്പെടും എന്ന് പറഞ്ഞാട്ടെ. യഹോവയിരയാ, എൻ്റെ ദൈവം വെളിപ്പെടും. പ്രിയരേ, പ്രിയരേ, അബ്രഹാമിന് ജീവിതത്തിൽ കഷ്ടതയുടെ തീച്ചുവിളകൾ ഉണ്ടായിരുന്നിട്ടും ഭക്തൻ പുറകോട്ട് സ്റ്റെപ്പ് വച്ചില്ല, പുറകോട്ട് സ്റ്റെപ്പ് വച്ചില്ല. മുൻപോട്ട് മുൻപോട്ട് അവൻ സ്റ്റെപ്പ് വച്ചു. അവൻ കാണാത്ത ഒരു പട്ടണം, ആ കാണാത്തൊരു ദേശം അവനും അവൻ്റെ തലമുറകൾക്കും സ്വന്തമായി കൊടുത്തു. അവിടം കൊണ്ട് തീർന്നില്ല. പ്രസംഗിക്കാൻ സമയമില്ല. ആരാധിക്കണം, ദാഹം തിളയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് വേഗത്തിൽ ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞു തിരക്കട്ടെ. കാണാത്തതിനു വേണ്ടി സഞ്ചരിച്ചവൻ്റെ തലമുറ പുരാതന ശൂന്യങ്ങൾ പണിതു. അർഹതയില്ലാത്ത നടാത്ത വൃക്ഷത്തിൻ്റെ മൺമ അവർ അനുഭവിച്ചു. വെട്ടാത്ത കിണറിൽ നിന്ന് അവർ കോരി കുടിച്ചു. ഈ പകൽ ആത്മാവിലൊരു ദൂത് കൈമാറാം. നിനക്ക് വേണ്ടി ദൈവം വിളിച്ച വിളിക്കകത്ത് നീ ചലിച്ച കാണാത്തത് നീ കാണും. അനുഭവിക്കാ യോഗ്യതയില്ലാത്തത് നീ അനുഭവിക്കോ. ഭക്ഷിപ്പാൻ യോഗ്യതയില്ലാത്തവ നിന്റെ കൂടാരത്തിനകത്ത് ദൈവം നിറച്ചു വയ്ക്കോ. അർത്ഥുരവക്ഷപരം ദുരഘടകപരാധല ഘടകപരാധല ഘടകധരാധര ഘടകക്ഷിതവാറി വരവൈടവർ ചുരവക്ഷപരം ദുരഘടകപരാധല ഘടകപരാധല ഘടകപരാധല ഘടക ധാവാനാധൂരാധാരാധാരാധാരാധാരാധാര ശാരാബാരാധൂരബലധുരവൈടവരകവാറി വരവക്ഷപരം ധരവൈടവ ീവാരാധാരിഖമാനാ ധീരാധാര ശാരാധാരാധാരാബാല വൈഡാബാല തുരവക്ഷപരം ദുരവൈഡപരം ദുരവൈഡപരം ധരഘടക വീരബലം തുരവൈഡപരം ധര. പ്രിയരെ, എത്ര ലോകത്തിലെ എത്ര വലിയ നന്മ തന്നാലും ഈ ദൈവ സാന്നിധ്യം വിട്ടുപോകരുത്. ആ സാന്നിധ്യമാണ് നീ കാണിപ്പാൻ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് കൊണ്ടുപോകുന്നത്. ഈ പരിശുദ്ധാത്മാവാണ് നിന്നെ അവിടെ എത്തിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്തി ഒന്നും നീ നേടരുത്. എത്ര വലിയ നന്മ ഈ ലോകത്ത് കിട്ടിയെന്ന് പറഞ്ഞാലും ഈ ആത്മാവിനെ നഷ്ടപ്പെടുത്തി നീ ഒന്നും നേടരുത്. ഈ ആത്മാവിനെ നഷ്ടപ്പെടുത്തി ഒന്നും നേടരുത്. നിന്നെ എത്തിക്കേണ്ടടുത്തെത്തുന്നത് ഈ കാമ വഴികാട്ടിയാകുന്ന പരിശുദ്ധാത്മാവാണ്. സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ആരാധിക്കാൻ നിങ്ങൾക്ക് പഴയതുപോലെ കഴിയുമില്ലെങ്കിൽ മുഴങ്കാലിരുന്ന് കരയണം. നഷ്ടപ്പെട്ടു പോയ ദൈവ സാന്നിധ്യത്തെ മടക്കി ചോദിക്കണം. ഇല്ല എങ്കിൽ നമ്മളറിയില്ല നമ്മൾ തകർന്നു പോകുന്നത്, നമ്മളറിയില്ല നമ്മുടെ കുടുംബം തകരുന്നത്, നമ്മളറിയില്ല നമ്മുടെ തലമുറകൾ തകരുന്നത്,
ഒറ്റ സെക്കൻഡ് മതി പ്രിയരെ, എല്ലാം തകർന്നു പോകാം. ഞാൻ പറയട്ടെ, ഒരായുസ് കൊണ്ട് കെട്ടിപ്പണതെല്ലാം എല്ലാം തകർന്നു വീഴാൻ ഒറ്റ രാത്രി മതി. ഒരു 20 നിലയുള്ള പോട്ടെ, ഒരു 50 നിലയുള്ള ഫ്ലാറ്റ് വെച്ചാലും അതെല്ലാം തകർത്തിടാൻ ഒറ്റ സെക്കൻഡ് മതി. ഒറ്റ സെക്കൻഡ് മതി. ആ ഫ്ലാറ്റ് അത്രത്തോളം ഉയർത്തിപ്പണിയാൻ എത്ര വർഷങ്ങളെടുക്കും? ഇന്ന് പകൽ ദൈവം വച്ചത് വലുതാ. ദൈവത്തോട് ചോദിക്കണം, നീ എവിടെയാണ് എന്നെ ആക്കാൻ ആഗ്രഹിക്കുന്നത്? അവിടെ ഞാൻ പോകാം. ദൈവദാസൻ നേരത്തെ തൊട്ടുവിട്ടൊരു പദവും കൂടെ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം ജോനയോട് പറഞ്ഞു, ജോനെ, നീ നിനവേലേക്ക് പോകണം. നീ നിനവേലേക്ക് പോകണം. ജോനയെക്കുറിച്ച് ദൈവം കണ്ട പദ്ധതി നിനവയുടെ മണ്ണിൽ വെളിപ്പെടേണ്ടതാ. അവിടെ നിന്ന് തർശീസിലേക്ക് കപ്പൽ കയറിയവൻ്റെ ഗതി നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എത്തേണ്ടടുത്ത് എത്തിയില്ലെങ്കിൽ നമ്മുടെ ജീവിതം തകർന്നു പോകും. എല്ലാം കൈവിട്ടിട്ട് അവസാനത്ത് നിന്നെല്ലാം പിടിച്ചെടുക്കാമെന്ന് ആരും കരുതരുത്. എവിടെയെങ്കിലും മുലച്ചിലുകൾ സംഭവിക്കുമ്പോഴേ പാദമെടുത്തിരുന്ന് കരഞ്ഞോണം. സ്നേഹത്തോടെ ഞാൻ പറയാം, കൂടാരത്തിനകത്ത് പ്രാർത്ഥനകൾ കുറയരുത്. വ്യക്തിപരമായ ആരെയും കാണണ്ട, ആരെയും കാണിക്കാൻ പ്രാർത്ഥിക്കണ്ട. രഹസ്യത്തിൽ ദൈവസന്നിധി കരയുന്നത് നീ നിർത്തരുത്. ദൈവത്തിൻ്റെ ആലയത്തിലെ ആരാധനകൾ ജീവനുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ദൈവദാസനോട് പറഞ്ഞത് പണ്ടൊക്കെ ഒരാരാധന മുടക്കണമെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത അസുഖമായിരിക്കണം, അല്ലെങ്കിൽ ആശുപത്രിയിൽ അഡ്മിറ്റായിരിക്കണം. ഇല്ലാത്ത എല്ലാം ആരാധനയ്ക്ക് വരുമായിരുന്നു. അന്ന് നമ്മളെല്ലാം അനുഗ്രഹം പ്രാപിച്ചിരുന്നു. ഇന്ന് നമുക്കെല്ലാം 100 എക്സ്ക്യൂസാ. ഇന്ന് പകൽക്കാല സ്നേഹത്തോടെ ഞാൻ പറയാ, ലോത്തിനെ പോലെ ഓടുന്നവർക്ക് വേണ്ടിയല്ല, ദൈവം കാണിക്കുന്നത് ലക്ഷ്യമാക്കി ഈ കാലഘട്ടത്തിൽ ദൈവ സാന്നിധ്യത്തിനകത്ത് ജീവിക്കണമെന്ന് ബോധമുള്ള ചിലവിനോട് ദൂത് കൈമാറാ. അബ്രഹാമിനെ പോലെ ദൈവ സാന്നിധ്യത്തിന് വില കൊടുക്കണം. പൗലോസ് പറയുന്നത് പോലെ we need to edify ourselves. നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ദൈവാത്മാവിനാൽ ശക്തിപ്പെടുത്തുന്നവരായി മാറണം. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാ കാണാത്തത് ദൈവം ഒരുക്കിയിരിക്കുന്നേ. അവിടെ എത്തുമ്പോൾ ദൈവം നമ്മെ മാനിച്ചെന്നറിയും. ഹലോ, ഞാൻ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ദൈവം നമ്മെ അനുഗ്രഹിച്ചെന്ന് നാം ആരെയും കാണിക്കാൻ പോകണ്ട. നമ്മെ ദൈവം വർദ്ധിപ്പിച്ചെന്ന് ആരെയും കാണിക്കാൻ പോകണ്ട. നെറ്റിയിലൊന്നും ലേബലൊട്ടിച്ചോണ്ടൊന്നും നടക്കണ്ട. സ്ഥാനം ഇരുന്നാൽ മതി. ആരും അറിയാതെ ദൈവം ഉയർത്തും. അതാണ് ദൈവത്തിൻ്റെ ഉയർച്ച. മറ്റതെല്ലാം ആർട്ടിഫിഷ്യലാണ്. മറ്റതെല്ലാം കൊടുങ്കാറ്റിൽ മണ്ണിന്മേൽ വച്ച വീട് പോലെ അടിക്കുമ്പോൾ എല്ലാം പൊടി ഒഴുകി പോകുന്നത് പോലെ വെള്ളം കൊണ്ടുപോകുമ്പോൾ, ദൈവം പണിത ഭവനം പാറമേലടിസ്ഥാനമിട്ടത്. പുറമെ വലിയ മോടിയൊന്നും കാണില്ല, പക്ഷേ അവൻ നിൽക്കും. അവൻ്റെ സന്തതി പുരാതന ശൂന്യങ്ങൾ പണിയുക. അവനെടുത്ത സത്യമെടുക്ക. അവൻ്റെ തലമുറ കൂടെ കാണുക. അവൻ ദൈവകൃപയിൽ വളരും. തലമുറ ദൈവ സാന്നിധ്യത്തിനകത്ത് ദൈവ സാന്നിധ്യത്തിൽ വളരും. അതാണ് യഥാർത്ഥ ഭക്തൻ്റെ ജീവിതം. കൺകളെ മൂടാമോ? ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. എല്ലാ കണ്ണുകളും ദൈവസ്ഥലം അടയട്ടെ. ഇരുകരങ്ങളും മാറോടൊന്ന് ചേർത്ത് പിടിച്ചാട്ടെ. ഇരുകരങ്ങളും മാറോടൊന്ന് ചേർത്ത് പിടിച്ചാട്ടെ. കർത്താവിനോട് പറ, അപ്പാ, ഈ പകൽ അങ്ങ് കാണിക്കാനിരിക്കുന്നൊരു
കാണിപ്പാനിരിക്കുന്ന ആ ദേശത്തേക്ക് നാവ് തുറന്നൊന്ന് സംസാരിച്ചാട്ടെ. നാവ് തുറന്നൊന്ന് സംസാരിച്ചാട്ടെ. ദൈവ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ ദൈവത്തോട് പറ, കർത്താവേ എനിക്കങ്ങേ വേണം, എനിക്കങ്ങേ വേണം, എനിക്കങ്ങേ വേണം, എനിക്കങ്ങേ വേണം. അബ്രഹാമിനെ പോലൊരു വിളി എൻ്റെ മേലുണ്ട്. അങ്ങ് കാണിപ്പാനിരിക്കുന്ന ദേശത്ത് ഇരു കരങ്ങളും മാറോടൊന്ന് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ കണ്ണും ഇതിനകത്ത് അടഞ്ഞിരിക്കണം. കുഞ്ഞുങ്ങൾ മുതൽ വലിയവർ വരെ ആത്മാർത്ഥമായി ഇപ്പോൾ ദൈവത്തിൻ്റെ കരം എൻ്റെ ജീവിതത്തിൽ തുടങ്ങും. ഇപ്പോൾ നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ സ്പർശനമുണ്ട്. ഒരു ദൈവദാസൻ തലയിൽ കൈവയ്ക്കുന്നതിനേക്കാൾ സ്വർഗ്ഗം നിന്റെ ശരീരത്തിൽ കരം വയ്ക്കുന്നത് നല്ലത്. ഓ വാട്ട് എ മൈറ്റി ഗോഡ്. ദൈവത്തോട് പറ, കർത്താവേ ഇന്നലകളിൽ ജീവിച്ചതുപോലെയല്ല ഞാൻ അങ്ങേ വിട്ട് ജീവിക്കില്ല, അങ്ങേ മറന്ന് ഞാൻ ജീവിക്കില്ല. അങ്ങേ മറന്ന് ഞാൻ പോകില്ല. അങ്ങയെ കുറിച്ച് കാണുന്ന, അങ്ങും എൻ്റെ തലമുറകൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ ദേശത്തിലേക്ക് ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. എന്തെല്ലാം പ്രതിസന്ധി വന്നാലും ഞാൻ അങ്ങ് വിട്ടു പോകില്ല. ആരെല്ലാം എനിക്കെതിരായ ഞാൻ അങ്ങ് വിട്ടുപോകില്ല. തീരുമാനത്തോടൊന്ന് പറഞ്ഞാട്ടെ, തീരുമാനത്തോടൊന്ന് പറഞ്ഞാട്ടെ. No turning back, no turning back. I have decided to follow Jesus. I have decided to follow Jesus. I have decided to follow Jesus. No turning back, no turning back, no turning back, no turning back. I have decided to follow Jesus. I have decided to follow Jesus. I have decided to follow Jesus. No turning back, no turning back, no turning back, no turning back. The world is behind me, the cross before me. The cross before me, the world behind me, the cross before me. No turning back, no turning back, no turning back,
പിന്മാറാതെ ഞാൻ മാറാതെ, പിന്മാറാതെ ഞാൻ മാറാതെ, യേശുവിൻ പിൻപേ പോകാനുറച്ചു, യേശുവിൻ പിൻപേ പോകാനുറച്ചു, യേശുവിൻ പിൻപേ പോകാനുറച്ചു, പിന്മാറാതെ ഞാൻ മാറാതെ, പിന്മാറാതെ ഞാൻ മാറാതെ. No turning back, no turning back, oh, no turning back, no turning back, no turning back, no turning back. എല്ലാ കരങ്ങളും മാറോടൊന്ന് ചേർത്ത് പിടിച്ച സ്വർഗ്ഗമേ, ഈ 2025 അവസാനിക്കുന്നതിന് മുമ്പ് അങ്ങ് ഞങ്ങളെ കാണിപ്പാനിരിക്കുന്ന ദൈവിക പദ്ധതിയുള്ള ഇടത്ത് ഞങ്ങളെ എത്തിക്കണം. ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ സഭയെ, ഞങ്ങളുടെ ഓരോ തലമുറകളെ എത്തിക്കണം. ആകുലതയോടെ പ്രാർത്ഥിക്കുന്ന ഓരോ ജനത്തിന്റെ മേലും ഈ വചനം ഞാൻ അങ്ങനെ റിലീസ് ചെയ്യുകയാണ്. ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന അതേ ദൈവിക പദ്ധതിയിൽ ഞങ്ങളത് എത്തിക്കണം. കാണാത്ത നന്മകൾ ഈ ഭൂമിയിൽ വച്ച് തന്നെ ഞങ്ങൾ അനുഭവിക്കത്തക്ക നിലവാരത്തിൽ ഒരു ദൈവപ്രവൃത്തിയുടെ ആഴം വെളിപ്പെടാൻ പ്രാർത്ഥിക്കുക. സ്വർഗ്ഗമേ, നീ അങ്ങ് ചെയ്യും. മഹത്വം അങ്ങെടുക്കും പ്രാർത്ഥനകൾക്കും യേശുവിൻ നാമത്തിനെ ആമേൻ. ദൈവസന്നിധിയിൽ ഒരു നിമിഷം ഇരിക്കാമോ? കരങ്ങളെ ചേർത്തടിച്ച് ഒരു പാട്ടിന്റെ ഈരടികളെ പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുകൾ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുകൾ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോൾ ദൈവം അത് നീതിയായി കണക്കിട്ടല്ലോ. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോൾ ദൈവം അത് നീതിയായി കണക്കിട്ടല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. ഓ, അതിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ഓ, ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. ഇസഹാക്കൻ പ്രാർത്ഥനയ്ക്കു മറുപടിയായി മുറുവേലി നൽകി ദൈവം അനുഗ്രഹിച്ചു. ഇസഹാക്കൻ പ്രാർത്ഥനയ്ക്കു മറുപടിയായി മുറുവേലി ദൈവം അനുഗ്രഹിച്ചു. വാഗ്ദത്തങ്ങൾ നിറവേറ്റി പരിപാലിച്ചു, തലമുറകളെ നൽകി അനുഗ്രഹിച്ചു. വാഗ്ദത്തങ്ങൾ നിറവേറ്റി പരിപാലിച്ചു, തലമുറകളെ നൽകി അനുഗ്രഹിച്ചു. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ
മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം.